അങ്ങനെ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിലെത്തിയാണ്ടില്ലേ അയ്യ മക്കളാകെ നനഞ്ഞു തലയൊക്കെ ഫുള്ള്. എന്തിട്ട് പരിപാടി മക്കളെ, വയ്യാട്ടാ പനിയാണ്. ഞാനേ ഇരിക്കണം വിചാരിച്ചല്ല, നോക്കുമ്പോൾ അവിടുത്തെ ഇതിൻ്റെ ഓണർ വന്നിട്ട് വിളിച്ചു കൊടുക്കുക. എനിക്കിത് പറഞ്ഞിട്ട് ചായ കൊടുന്നെന്താ നേരെ പറഞ്ഞാണ് പനിയാന്നുള്ളത്. അങ്ങനെ ചായ കുടിച്ചു കഴിഞ്ഞപ്പോൾ ആള് ചപ്പാത്തി കടലക്കറി മുട്ട കൊടുക്കുന്നുണ്ട്. നല്ല ആള് കോംപ്ലിമെൻ്ററി പറഞ്ഞിട്ട് അതിന് തൊണ്ട മേടിച്ചിട്ട് എന്ത് വേനിയ എളുപ്പമല്ല. ഞാൻ ഒന്ന് കുറഞ്ഞു കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങാൻ ചെയ്തു. പക്ഷേ ഒന്നും കൂടി ക്ഷീണമായി. ഇന്നലത്തെ അവളെ നല്ല ക്ഷീണമായി. ഇന്നിപ്പോൾ ഇവിടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഉണ്ടെന്ന് പറഞ്ഞേ. ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഒന്ന് പോയിട്ട് കാണിക്കുക നല്ലതുകൊണ്ട്. ആകെ തലയൊക്കെ ഉണ്ട് വെട്ടി പൊളിഞ്ഞു തുടങ്ങി. അറിയണ്ട. അങ്ങനെ പോയി ചായ കുടിച്ചിട്ട് പരിപാടി നോക്കട്ടെ. കുറച്ചേരം മണി കിടന്നിട്ട് ഡോക്ടറെ അടുത്ത് പോകാൻ വിചാരിച്ചിട്ടാ. അയ്യ മരുന്ന് കഴിഞ്ഞിട്ട് കിടക്കണം കുറച്ചേരം കൂടി. എന്നിട്ട് ഏറ്റിട്ട് കുറവില്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ഡോക്ടറെ അടുത്ത് പോകാനാണ്. അപ്പോൾ ആകില്ല അവിടെ എന്തായാലും റെസ്റ്റ് എടുക്കേണ്ട 2 ദിവസം കൂടി തോന്നുന്നുണ്ടെങ്കിൽ. അങ്ങനെ മക്കളെ പറയണ മക്കളെ, രാവിലെ ചായ കുടിച്ചിട്ട് കിടക്കണതാ. പിന്നെ ഇടയ്ക്കൊന്ന് എനിക്ക് തീരെ വയ്യ. അപ്പം ഒന്നേ ഇവിടെ ഫുള്ള് കോടയായിരുന്നു. അപ്പോൾ ഞാനൊന്ന് ഡോക്ടറെ കാണിക്കാന്ന് ചോദിച്ചു. ഇവിടെ ഗവൺമെൻറ് ഹോസ്പിറ്റലുണ്ടെന്ന് പറഞ്ഞു. തീരെ വയ്യ. ഓയ്യോ ഒരു വല്ലായ്മ. പനിക്കുന്നുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പനി കുറവാണ്. പക്ഷേ ബ്രീത്തിങ്ങിന് നല്ല പ്രോബ്ലം പോലെ ഉണ്ട്. ഒന്ന് പോയിട്ട് ഡോക്ടറെ കാണിക്കാന്ന് ചോദിച്ചിട്ടാ. സൈക്കിളൊന്നും എടുക്കുന്നില്ല, നടക്കുക. സൈക്കിൾ ചവിട്ടാൻ കഴിഞ്ഞ് പിന്നെ ഒന്നും കൂടി ഇറക്കും. വേറെ ഒന്നും പറഞ്ഞിട്ടില്ലേ, ബാക്കിയുണ്ട്. മോടിക്ക് പൊട്ടാട്ട എന്തായാലും ഒന്ന്. ഈ കാണാണ്ട ഡാർജിലിംഗ് ഹിമാലയൻ ട്രെയിൻ, ടോയ് ട്രെയിനൊക്കെ പറയില്ലേ, ആ സാധനം. ലൈറ്റ് ഞങ്ങളുടെ മിഷീൻ കാര്യങ്ങളൊക്കെ സർവീസിന് വന്നിട്ടുള്ളതുകൊണ്ട് ഇത് അവിടുത്തെ റെയിൽവേ സ്റ്റേഷനാണ്. നമുക്ക് അതിനുള്ളിൽ കയറി വെക്കാം. ഇപ്പോൾ ട്രെയിനൊന്നും ഇല്ല കേട്ടോ. ഇവിടുന്ന് ഞാൻ പോണ സ്ഥലത്തേക്ക് ഇവിടുന്ന് ട്രെയിൻ ഉണ്ട് സിലിഗുഡിക്ക്. ഇതിൽ പോകണമെന്നുണ്ടെന്ന് ഇവിടുന്ന് നിന്ന് എവിടേക്കാലും ട്രൈ ചെയ്ത് നോക്കണമെന്നൊക്കെ ഉണ്ട്. ഇയാളെന്ത് പണി ചെയ്തിട്ടുണ്ടല്ലോ, എന്താ പൊടിയൊക്കെ ഇടുന്നുണ്ട്. ട്രാക്ക് മാറ്റാണ്. ട്രാക്ക് മാറ്റുന്നുണ്ട്. ഇതാണ് ഹിമാലയൻ ഡാർജിലിംഗ് ട്രെയിൻ. രണ്ടെണ്ണം എടുക്കുന്നുണ്ട്. നല്ല സീറ്റിംഗ് കപ്പാസിറ്റികൾ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. കാണാൻ നോക്കി ഇതിലുള്ളവരെ ഫുൾ ഹോഗ് കയറിപ്പോൾ. നമ്മൾ ഹോസ്പിറ്റലിൽ വിളിച്ച് നടക്കുന്നു. ഇപ്പോൾ ഹോസ്പിറ്റലിൽ കാണാണോ അതിൽ ഇവിടെയൊക്കെ നല്ല ഫുഡ് നോക്കിയിട്ട് ഫുഡൊന്നും കാര്യമായിട്ടൊന്നും കിട്ടണമെന്നില്ല. മോമോസ് ചെറിയ ചെറിയ ഐറ്റംസ് അവർ കൂടുതലും കാര്യമായിട്ട് കഴിക്കാതായിരുന്നു. ഫുഡ് ഐറ്റംസ് ഒന്നും കാണാനില്ല. ഞാൻ റെയിൽവേ സ്റ്റേഷൻ കഴിച്ചിട്ട് അപ്പുറത്ത് കൂടെ കയറി അപ്പുറത്ത് കൂടെ ഇറങ്ങും. അത്രേ ഉള്ളൂ. കൗണ്ടർ എവിടെയാ? കൗണ്ടർ എവിടെയാ കേട്ടോ? അതാണ് ഇവിടെ ഈ ട്രെയിനിൻ്റെ ഷേപ്പിലുള്ളൊരു കഫേ കണ്ടിട്ട് അവിടെ നിന്ന് കയറി വരുമ്പോൾ നോക്കിയാ കേട്ടാ. DHR എന്ന് പറഞ്ഞ ഡാർജിലിംഗ് ഹിമാലയൻ റെയിൽവേ. ഇതാണ് ഞാൻ പറഞ്ഞത്. കണ്ടോ ട്രെയിനിൻ്റെ ഉള്ളിൽ കഫേ സെറ്റപ്പ്. ഇന്നലെ എവിടെ എൻട്രൻസ്? ഇവിടുന്ന് കയറി നോക്കി നോക്കാം. എൻട്രൻസ് കാണാനില്ല. എൻട്രൻസ് ഇപ്പുറത്തോടെ ആണോ? എൻട്രൻസ് എവിടെ ഉണ്ട്? കാണാ എന്തല്ലോ താമസം കൊടുക്കാമല്ലോ. എനിക്കിപ്പോൾ ഇനി കയറുക. ഇവിടെ അല്ല എൻട്രൻസ്. നേരെ ഫ്രണ്ടിൽ വന്നു പറ്റുള്ളൂ.
ചിക്കൻ ചീസ് ബർഗർ കുറേ സാധനമുണ്ട്. ആർജൻറ്റീൻ ഡിഷസ് ബാക്കി പോലെ എന്തായാലും വെറുതെ വാങ്ങിച്ച് ചോദിച്ചോക്കാം. തന്തൂരി ചിക്കൻ മോമോ വയറ് നിറയണം എന്തെങ്കിലും കഴിക്കാൻ നല്ലത്. ഇവിടെ വേറെ ഒന്നുമില്ല. ഹോട്ട് ഡോഗ് മസാല മീറ്റ് നല്ല ചിക്കൻ ചീസ് ബർഗർ കഴിച്ചാൽ കാണാൻ വരണം. വേറെ എന്നിട്ടുള്ളത് വയ്യ ജലദോഷം. भाई एक चिकन चीज बर्गर. ये बर्गर हुन्छ बर्गर नहीं है. बर्गर नहीं है. ये दूसरा क्या मिल जाएगा? बाकी अब देखिए सैंडविच वगैरह होगा. सैंडविच है. पिज़्ज़ा होगा. पिज़्ज़ा नहीं है. दूसरा मोमो वगैरह होगा. मोमो नहीं है. फ्राइज वगैरह होगा. मैगी. ये बर्गर कोई नहीं है. सैंडविच है. एक चिकन चीज सैंडविच है. चिकन चीज सैंडविच. ചിക്കൻ ചീസ് സാൻഡ്വിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഞാൻ വന്നിട്ട് ഇപ്പോൾ ഇത്ര ദിവസം നോക്കിയിട്ട് കടകളിലൊക്കെ കിട്ടുന്നത് മോമോസ് റൈസിൻ്റെ കടയൊന്നും കാണാനില്ല. ഈ സാധാരണ ഹോട്ടലിൽ പോലും കാണാനില്ല. കുറച്ച് നേരം നോക്കണേ ഇതൊന്നും കാണാനില്ല. എന്നിട്ട് നോക്കണടാ ഇത് നോക്കി നോക്കി കണ്ടതാണ്. ഇതിൻ്റെ ഇവിടുത്തെ സെറ്റപ്പ് കണ്ടില്ലേ രസമായില്ല കാണാൻ. നമുക്ക് വന്ന സാൻഡ്വിച്ച് ഇതാണ്ട് കണ്ടാവും. ഇത് 95 രൂപയാണ് കാണിച്ചത്. 95 രൂപയ്ക്ക് ഭയങ്കര പ്രശ്നമാണ്. ഇവിടെ കാര്യം പറയാലോ. ഇവിടെ വേറെ ഒന്നും കിട്ടാനില്ല. എന്തെങ്കിലും കഴിക്കാൻ കാണിച്ചില്ല. പറയണ്ട മക്കളെ. രസം കഴിക്കുന്നു കുഴപ്പമില്ല. കഴിക്കട്ടെ കേട്ടോ. അപ്പോൾ ഡോക്ടറെ കാണാൻ പോയിട്ട് പനിയാവുന്നതുകൊണ്ടുള്ള മഴ പെയ്തു. ഇനി മഴ കിട്ടിയിട്ട് വീണ്ടും പനി കൂടുകയാണാവോ? എത്ര നേരം പനി കാര്യമായിട്ട് ഞാനില്ല. ഞാനത് തൊപ്പി ഒന്നും എടുക്കുന്നില്ല. മഴക്കാലത്തില്ല. അതാണ് വേഗം ഇറങ്ങിയത്. നോക്കുമ്പോൾ മഴയും കിട്ടും. അങ്ങനെ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിലെത്തിയാണ്ടില്ലേ. അയ്യോ മക്കളാകെ നനഞ്ഞു തലയൊക്കെ ഫുള്ള്. നല്ല മഴയായി. ഇപ്പം എങ്ങനെ പോവാന്നുള്ളത് അറിയില്ല. ഡോക്ടറെ കണ്ടിട്ട് എല്ലാം ഗുളിക വാങ്ങിച്ചിട്ട് ഞാൻ പോവാൻ ചെയ്യുന്ന നടക്കില്ല. ഇപ്പോൾ തീരെ വയ്യ. അങ്ങനെ നമ്മൾ ഡോക്ടറെ കണ്ട് കഴിഞ്ഞ് പോകുന്നു. മഴ ഇല്ലാത്ത ഗ്യാപ്പ് നോക്കി നടന്നതാ. ഒരു മാർക്കറ്റിൻ്റെ ഉള്ളിൽ കൊടുത്തു. ഇപ്പോൾ എവിടേക്ക് എത്തുമെന്ന് അറിയുന്നില്ല. ഇതാണ് ശരിക്കും മാർക്കറ്റ്. നമ്മൾ നേരത്തെ നടന്നൊന്നും മാർക്കറ്റിലാവുന്നുണ്ട്. ഇപ്പം എങ്ങോട്ടാ പോകും? ഇങ്ങോട്ടാന്നുകൊണ്ട് പോവാം നമുക്ക്. ഓ വീണ്ടും മഴയല്ലോ. ഇനി നമുക്ക് മോളിൽ കൂടെ വന്നിട്ട് പോകേണ്ടതുകൊണ്ട് എന്തായാലും മാർക്കറ്റ് പറയാൻ നോക്കിയിട്ട് അറിയാത്ത പോലെ ഇവിടുന്ന് എങ്ങോട്ടാ പോവുക? വഴി മറന്നൂല. വഴി മറന്നു നോക്കളാണ്. വഴി കണ്ടുപിടിക്കണല്ലോ. നമ്മൾ അവിടുന്ന് വന്ന് അടിക്കാൻ വിളിക്കാൻ പോയത്. വഴി കണ്ടുപിടിച്ച് തരാട്ടാ. അങ്ങനെ റൂമിൻ്റെ അവിടേക്ക് എത്താറായപ്പോഴുള്ള വ്യൂ നോക്കി ആകാശമൊക്കെ കുറച്ചുകൂടി നേരത്തെ കൊണ്ട് കഴിഞ്ഞപ്പോൾ ഇടത്ത വ്യൂ കിട്ടിയായിരുന്നു. ഫുള്ള് കോട നോക്കി സൈഡിൽ. അതിൻ്റെ അപ്പുറത്താണ് നമ്മുടെ റൂം വരുന്നത്. അങ്ങനെ തീരെ വയ്യ മക്കളെ നടന്നപ്പോഴേക്ക് ഉപ്പാടാണെങ്കിൽ. അങ്ങനെ നമ്മളേ 10 മണിയായി. വിശന്ന് തുടങ്ങി. ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. മരുന്ന് കഴിക്കാണ്ട് അയാൾ കിടന്നതാ. അങ്ങനെ നോക്കുമ്പോൾ അരിയും ദാലും മുട്ടയും ബാക്കിയുണ്ട്. അപ്പോൾ പിന്നെ അത് ഉണ്ടാക്കാൻ വിചാരിച്ചു. വേറെ പ്രത്യേകിച്ച് പരിപാടി ഒന്നുമില്ലല്ലോ. ഇവിടുന്ന് ആകാശം കാണാണ്ട. ഇന്നിപ്പോൾ ഒന്നും കാണാനില്ല. ഫുള്ള് കോടയാവുന്നുണ്ട്.
ഇവിടെ ഇന്നലെ ലേറ്റ് ഒന്നും നടന്നില്ല. ഇവിടെ തൊട്ടടുത്തായിരുന്നു ലേറ്റ്. അവിടുത്തെ അമ്മ വന്നിട്ട് ലേറ്റ് ഒക്കെ ഇട്ട് തരും. ഇപ്പോൾ ഞാൻ ലേറ്റ് കാണണേ കണ്ടില്ലേ. ആ സാധനങ്ങളൊക്കെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇവിടെ സെറ്റ് ആയതുകൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ച് നേരം ഇരിക്കട്ടെ എന്തായാലും. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് വരാം നമുക്ക് എന്തായാലും.